ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സാൽവേഷൻ ആർമിയുടെ മീഡിയയിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഈ ദിവസങ്ങളിൽ ഗലാത്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തെക്കുറിച്ച് ചില വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കാവുന്നു. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്നാകുന്നു. ഈ ചിന്തയിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ, പ്രത്യേകിച്ച് കഷ്ടാനുഭവ ആഴ്ചകളിൽ നടന്ന സംഭവത്തെ നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ഈ ലേഖനത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം നമുക്ക് ആവശ്യമാണ്. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭ നേരിട്ട ചില വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാകുന്നു അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക്, വിശ്വാസികൾക്ക് ഓരോരുത്തരും താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്ന് അഭിസംബോധന ചെയ്തത്. ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. അന്നത്തെ സഭ പിന്നിട്ട ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്, യഹൂദ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുതുതായി വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഗലാത്യ സഭയിലെ വിശ്വാസികൾ ആചരിക്കണമെന്നുള്ള ഒരു നിർബന്ധം ഒരു ഭാഗത്തുണ്ടായപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതിനെ ഖണ്ഡിക്കുകയുണ്ടായി. മറ്റൊന്ന്, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അപ്പോസ്തലത്വം കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചതാകുന്നു എന്നുള്ളതിനെക്കുറിച്ചും മറ്റുള്ള അപ്പോസ്തലന്മാരിൽ നിന്ന് താൻ എന്തുമാത്രം വ്യത്യസ്തനായിരിക്കുന്നുവെന്നും ആയതുപോലെ തന്നെ ജാതികളിലേക്ക് തൻ്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവം പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വസ്തുതകളെ നിരത്തിക്കൊണ്ടും അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുമാണ് ഗലാത്യ സഭയിൽ ലേഖനം എഴുതുന്ന സമയത്ത് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷയുടെ മഹത്വം എന്താണെന്നും ഉത്തരവാദിത്വം എന്താണെന്നും സ്ഥാനം എന്താണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ന്യായപ്രമാണം അടിമത്തമാണെന്നും എന്നാൽ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ച യേശുക്രിസ്തു അല്ലെങ്കിൽ ക്രൈസ്തവ സഭ, ആ ക്രൈസ്തവ സഭയെ വീണ്ടെടുക്കാൻ വേണ്ടി താൻ ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരണമാണ് അടുത്തായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. മറ്റൊന്നാകുന്നു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. 5-6 അധ്യായങ്ങൾ അത് പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ലേഖനത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശ്വാസികൾക്ക് പ്രാപിക്കേണ്ട ആത്മീയ നിലപാടുകൾ എന്താണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അത് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമാകുന്നു. ഒപ്പം തന്നെ ആത്മീയ പ്രവർത്തനവും ഭൗതികമായിട്ടുള്ള നമ്മുടെ സാഹചര്യത്തെ എങ്ങനെ ഒരു വിശ്വാസി കൂട്ടിയിണക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിലുള്ള വിശ്വാസത്തിൽ ഒരു വിശ്വാസി മുന്നോട്ട് പോകണമെന്ന് അവിടെ പ്രത്യേകമായി നിർബന്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് വീണ്ടും നമുക്കവിടെ കാണുവാൻ കഴിയും. ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള മറ്റൊരു ക്രൈസ്തവ സഭയുടെ വിശ്വാസികളുടെ നിലപാടെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരാകുന്നു എന്നുള്ള ഒരു സൂചനയാകുന്നു. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവറി യാഗമായി തീർന്ന ആ പശ്ചാത്തലം ഇന്നത്തെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അത് വിളക്കി ചേർക്കേണ്ട ഒരു സാഹചര്യമാകുന്നു. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഈ ലോകത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ചിന്തയിലായിരിക്കുന്ന സമയത്ത്, ജീവിതത്തിൻ്റെ പലവിധമായ ക്ലേശങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത്, അത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അനുഭവം പിൻപറ്റുന്നവരായി, അത് പരാജയത്തിന് വേണ്ടിയല്ല പിന്നെയോ അത് മഹത്വത്തിന് വേണ്ടിയായി തീരുവാൻ കർത്താവ് മരണത്തെ ജയിച്ചതുപോലെ ഒരു ക്രൈസ്തവൻ ഈ വിശ്വാസ ജീവിതത്തിൽ വിവിധമാകുന്ന ജീവിത സാഹചര്യങ്ങളെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ആത്മാങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ക്രൂശിക്കപ്പെടേണ്ടവനാകുന്നു എന്നുള്ള ചിന്ത ഓരോ ക്രൈസ്തവനെ ഭരിക്കേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ തൊട്ടടുത്തുള്ള വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്ന്. അവർ എങ്ങനെയാണ് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സഭാവിശ്വാസം നിലനിൽക്കുന്നതെന്ന് അവർ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഈ സഭയിലേക്ക്, പ്രത്യേകിച്ച് ഗലാത്യ സഭയിലേക്ക് നുഴഞ്ഞു കയറിയ വിശ്വാസത്തെ പിൻപറ്റി പോകണമോ, അതോ തങ്ങളെ ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന, താൻ ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം തൻ്റെ വിശ്വാസികളിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പറഞ്ഞിരിക്കാകുന്നു ഓരോരുത്തൻ താൻ്റെ ചുമതലകൾ നിർവഹിക്കട്ടെ എന്ന്. അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. ക്രിസ്തുവിൽ അല്ലെങ്കിൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാതെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിരിക്കാം, വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം, ഇവിടെ വിശ്വാസത്തെ കവർന്നെടുക്കുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉപദേശങ്ങളോ കടന്നു വന്നിരിക്കും. അവിടെയും നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്തുകൊണ്ട് കാൽവരിയിൽ നമുക്ക് വേണ്ടി കൊല്ലപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അനുഭവപ്പെട്ടുകൊണ്ട് ഒരു വിജയകരമായ ക്രൈസ്തവ ജീവിതം നയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി അവരെ ഞാൻ ഈ സമയത്ത് ആഹ്വാനം ചെയ്യുന്നു. ദൈവകൃപ എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ.